സുദീപിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ശ്രുതിയെ ഉപദേശിക്കുന്ന ജമുന. ഇഷയാണെന്നറിയാതെ ശ്രുതിയോട് ഫോണിൽ സംസാരിക്കുന്ന സുദീപ്. വിഷമവൃത്തത്തിലാവുന്ന ശ്രുതി. അവസാനം സുദീപിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ശ്രുതി തീരുമാനിക്കുന്നു. കല്യാണം വിളിച്ചിരിക്കുന്നു. അവനറിയില്ലല്ലോ അവന്റെ വിവാഹം എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന്. പിറ്റേന്ന് മറ്റൊരു ഭാവത്തിൽ രവിയുടെയും സബിതയുടെയും മുന്നിൽ വരുന്ന ശ്രുതി. അവളുടെ മാറ്റം രണ്ടുപേരിലും ആശങ്കയുണ്ടാക്കുന്നു. കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യത്തിൽ രവി മുൻപ് പറഞ്ഞ എഗ്രിമെന്റ് സൈൻ ചെയ്യാമെന്ന് ശ്രുതി സമ്മതിക്കുന്നു. ഉള്ളു തുറന്ന് സ്നേഹിക്കുന്ന നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് പോയാ ദൈവം എന്നെ ശപിക്കും. ആ എഗ്രിമെന്റിൽ ഒപ്പുവെക്കാൻ ഞാൻ തയ്യാറാ. വീട് പണിയുടെ കാര്യത്തിനായി അരുൺ തോമസ് അടുത്ത ദിവസം അവിടെ വരുമെന്നറിയുന്ന ശ്രുതി ആശങ്കാകുലയാവുന്നു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അരുൺ തോമസിനെ കാണാൻ തീരുമാനിക്കുന്ന ശ്രുതിയും ജമുനയും. ഇനി തുടർന്ന് കാണുക. നീയേ വണ്ടി അങ്ങാട്ട് തിരിച്ചിട്ടാ. സ്വപ്ന വർഗീസ് വിളിച്ചാലോ? സ്വപ്ന വർഗീസാ? അവൾ വിളിക്കണമെങ്കിൽ നിന്റെ അമ്മായിപ്പനെ കെട്ടിക്കാൻ പോയെന്ന് പറയടാ. ശരി സർ. അവൻ പറയും. ഗുഡ് മോർണിംഗ് സർ. മതി മതി. നമസ്കാരം സർ. ആ നമസ്കാരമുണ്ട്. ആ പെണ്ണെന്തിടാ സണ്ണി? അവർ രണ്ടുപേരുണ്ട് സർ. രണ്ടാടാ? ആരപ്പത്? ആണണ പെണ്ണാണാ? പെണ്ണാ? ആ എന്നാ കുഴപ്പമില്ലട്ടാ. നീ കുടിക്കാൻ വല്ലതും കൊടുത്താ? അത് ചോദിച്ചില്ല സർ. കൊടുക്കണ്ടാലേ. രണ്ട് ജ്യൂസ് എത്ര? ആ എന്താ മോളെ? ഗുഡ് മോർണിംഗ് സർ. അവന്റെ പേരെന്താ? ദിവ്യ. ദിവ്യ എന്ന പേര്? അതെ. വേറെ നൈസ് ആയിട്ടുള്ള പേരൊന്നും കിട്ടില്ലേ? അച്ഛന്റെ പേരെന്താ? മോഹൻ. മോഹൻ എന്ന പേര്? അതെ. അപ്പൊ ദിവ്യ മോഹൻ എന്ന് വിളിക്കും. അത് സ്റ്റൈലാട്ടാ. വരൂ സർ. ഹായ് സർ. ഹേയ് ഇരിക്കരിക്ക്. സോറിട്ടാ, ഒരല്പം ലേറ്റ് ആയി പോയി. ഇതാരാണ് ഈ പുതിയ മുഖം? ഈ ഏരിയ കണ്ടിട്ടില്ല. എന്റെ ഫ്രണ്ട് ജമുന. ഓ ജമുന പ്യാരി, നല്ല പേരാട്ടാ. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഫോണില്. ആ ബാംഗ്ലൂർന്ന് അല്ലേ? അതെ. ഓരോരുത്തരായിട്ട് ബാംഗ്ലൂർന്ന് പൊട്ടി മുളയ്ക്കണല്ലേ. കാര്യം പറഞ്ഞിട്ടാ. എന്തുട്ടാ പ്രോബ്ലം? ഹേയ് ധൈര്യമായിട്ട് പറഞ്ഞോന്ന്. നിമക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്ത് വിഷയമുള്ള പറഞ്ഞാ കൂടാവേ. ഹേയ് പറഞ്ഞോന്ന്. ഒരു സിമ്പിൾ മാറ്ററാ, ഒരു പേരുമാറ്റം. പേര് മാറ്റില്ല? ആരുടെ? ഇവൾക്ക് ഇവളുടെ പേരൊന്ന് മാറ്റി പറയേണ്ടി വന്നു ഒരു വീട്ടില്. ഇനി അത് തിരുത്തി പറയാൻ പറ്റില്ല. ഹേയ് എന്നാ പറയണ്ട. അതാ പ്രശ്നം. അതല്ല സാർ, ആ വീട്ടിലേക്ക് വരുമ്പോ ഇവളുടെ പേര് ഇഷ എന്നെങ്ങാനും പറഞ്ഞാ അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് മാറും. മാറും. അല്ല അതിപ്പോ ഏത് വീട്ടിലാ ഞാൻ വരാൻ സാധ്യതയുള്ള വീട്? രവി സാറിന്റെ വീട്, രചന പബ്ലിക്കേഷൻസ്. ഏത്? നമ്മുടെ മുടി നീട്ടി വളർത്ത കടിയുടെ? അത് കൊള്ളാല. അല്ല അവിടെ എന്തിനാ ഇപ്പൊ പേര് മാറ്റിയത്? അവിടെ ഇവളിപ്പോ താമസിക്കുന്നെ. ഓ അതാണ്. സാറും കൂടി വരുന്നൂന്ന് കേട്ടു. വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ച നന്നായിരുന്നു. ശ്രുതിന്ന് അവിടെ പറഞ്ഞിരിക്കുന്നെ. അങ്ങനെ വിളിച്ചാ മതി. കുട്ടിയുടെ പേര് മാറ്റിട്ടുണ്ടാ? ഇല്ല. നന്നായി. അല്ല എന്തിനാ ഇപ്പൊ പേര് മാറ്റി കളിക്കണേ? അത് ഒരു പ്രത്യേക സാഹചര്യത്തില് അറിയാതെ പറഞ്ഞു പോയതാ. എന്നിട്ട് പേരാ? തപ്പലും വെപ്പറകളൊക്കെ ഇമ്മക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടാ. ഞാൻ പൊന്നിക്കിടാവേ, സത്യം പറ, എന്തുട്ടാ കേസ്? ആരെങ്കിലും കൊന്നാ? അതും മോട്ടിച്ചാ? അല്ലെങ്കിൽ പിന്നെ ഒളിച്ചോട്ടാ? എന്തെങ്കിലും ഒന്ന് പറയട്ടാ. ഹേയ് എന്നിട്ടല്ലേ സഹായിക്കണമെന്ന് തീരുമാനിക്കണേ?
ഉള്ളത് അങ്ങോട്ട് പറയട്ടാ, നമുക്ക് നോക്കാന്ന്. സർ ഞാൻ പറയാം. ആ ആയിക്കോട്ടെ, ആരെങ്കിലും പറഞ്ഞാൽ മതി. ആ പറഞ്ഞിട്ടാ. ഇഷ കുറച്ചു കാലം ഹൈദരാബാദിലായിരുന്നു താമസം. ഹൈദരാബാദിലെവിടെ? സിറ്റിയില്. സിറ്റിയിലെവിടെ? സിറ്റിയിലാ. ഹൈ, ഇമ്മക്ക് അറിയാവുന്ന സ്ഥലല്ലേ, അതുകൊണ്ടല്ലേ ചോദിക്കണേ. ഹൈദരാബാദിൽ നിന്ന് പിന്നെ ഇഷ ബാംഗ്ലൂർക്ക് പോന്നു. അപ്പൊ ഹൈദരാബാദിൽ പ്രശ്നമില്ല? ഇല്ല, ബാംഗ്ലൂരിലാ. ബാംഗ്ലൂരിലെവിടെ? പറഞ്ഞോ പേരി. ബാംഗ്ലൂർ താമസിച്ചോണ്ടിരുന്ന വീടിന്റെ. ബാംഗ്ലൂർ താമസിക്കുന്ന വീട് എവിടെയാണ്? മടിവാള, RK സ്ട്രീറ്റ്. മടിവാള RK സ്ട്രീറ്റ്. പറഞ്ഞോ. അവിടെ അടുത്ത് താമസിക്കുന്ന ഒരു പയ്യൻ ഭയങ്കര ശല്യം ചെയ്യാൻ തുടങ്ങി. അവന് വിവാഹം കഴിച്ചില്ലെങ്കിൽ അവൻ ഇവളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അവനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് നിൽക്കുക. എവിടെയായാലും അവൻ തപ്പി കണ്ടുപിടിക്കും, ഉപദ്രവിക്കും. അതൊഴിവാക്കാനാ പേര് മാറ്റി താമസിക്കാൻ ഇങ്ങനൊരു സ്ഥലം തെരഞ്ഞെടുത്തത്. എന്താ ഗഡിയുടെ പേര്? ആരുടെ? ഈശയുടെ പുറകെ നടന്ന പ്രോബ്ലം ഉണ്ടാക്കുന്ന ഗഡിയില്ലേ? അത് പ്രകാശ് രാജ്. പ്രകാശ് രാജാ? അതൊരു തമിഴ് ആക്ടർ അല്ലേ? മലയാളിയാ? ആ. അവന്റെ നമ്പറിങ് തന്നെ. നമ്പറില്ല. എന്നാ പിന്നെ അഡ്രസ് പറയുന്നേ? അതും അറിയില്ല. നാ പിന്നെ അവനെ കുറിച്ച് അറിയാന്നൊക്കെ പറയേ. ഇമ്മക്കവിടെ ആളുണ്ടെന്നേ. 1/2 മണിക്കൂർ വന്നിട്ടാ പൊക്കെടുത്ത് മാപ്പറിനെ കടുത്തിട്ടെ. ഈശ താമസിക്കുന്ന വീട്ടിന്റെ അടുത്ത് നിന്നല്ലേ പറഞ്ഞേ? ആ വീടിന്റെ അഡ്രസ് എടുക്ക്. നമുക്ക് പൊക്കാന്നേ. അഡ്രസ് പറയേ. അഡ്രസ് പറയട്ടാ. 2 പേർക്കും അഡ്രസ് അറിയില്ല? അത് വിളിച്ചെടുത്ത ആളെ ഫുള്ളൊക്കെ. ഞാനെന്താ മണ്ടനെന്ന് വിചാരിച്ചാ? നീയൊക്കെ പറയണം മുഴുവൻ നുണയാണെന്ന് നിന്റെ ഫേസിൽ എഴുതി വെച്ചിട്ടുണ്ടാ. ക്രാബിന്റെ മുഖം കണ്ടല്ലറിയല്ലോ എന്തോ വലിയ ക്രൈം ചെയ്തിട്ടാ വന്നിരിക്കണെന്ന് അല്ലേ? സത്യല്ലേ? ആൾമാരണം ക്രൈമായിട്ടാ. അപ്പൊ അതിലും വലിയ ക്രൈം ചെയ്തിട്ടായിരിക്കുമല്ലോ വരവ്. കരയണു. ഞാനിപ്പോ രവിനെ വിളിക്കണ അതോ പോലീസിനെ വിളിക്കണ? രണ്ടായാലും ഉമ്മക്ക് വിരോധമല്ലോട്ടാ. സത്യം അറിയണം, സത്യം. 2 ക്രാക്കിലൂടെ ആളെ പറ്റിക്ക് ഇറങ്ങിയിരിക്കല്ലേ? ഇതെങ്ങനെ വിട്ടാ ശരിയാവില്ലേ? നമ്മള് പോലീസിനെ വിളിക്കാം. സർ ഞാൻ പറയാം. ഇഷ പറയട്ടോ. ഞാനൊരു കളവ് പറഞ്ഞു. ഒരു കളവാ? അതൊരു ക്രൈമാണോന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ നിരന്തരം ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ ഏതൊരു മനുഷ്യനും അറിയാതെ പറഞ്ഞു പോകുന്ന ചില കളവുകൾ. അതിലൊന്ന ഈ പേരുമാറ്റവും. ഹേയ്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ലട്ടാ. ഇഷ വേണ്ട. ജംന പ്ലീസ്. ഇയാള് വായ മൂട്ടറോ. ഞാനൊരാളെ പ്രേമിച്ചു. ഇഷ ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ആള് പറയട്ടോ. അവൻ എന്നെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ വിശ്വസിപ്പിച്ചു. എന്റെ ആത്മാർത്ഥത അവൻ മുതലെടുക്കുകയായിരുന്നു. തകർന്ന എല്ലാ പ്രേമബന്ധങ്ങളിലും നഷ്ടക്കണക്ക് പറയാനുണ്ടാവുക പെൺകുട്ടികൾക്കായിരിക്കും. അത് കറക്റ്റാണ്. സാധാരണ അങ്ങനെയാണല്ലോ. താനാ കേസ് വിടറോ? ഈ സിറ്റുവേഷനില് ഞാൻ കേരളത്തിലേക്ക് വന്നത് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പല വഴികൾ ആലോചിച്ചെങ്കിലും അവസാനം എനിക്കെന്റെ കാമുകൻ തന്ന ഔദാര്യം അത് അവന്റെ വീട്ടിൽ തന്നെ വളരുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി. നമുക്കൊന്നും മനസ്സിലാവുന്നില്ലട്ടാ. കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ എന്റെ ജന്മത്തിന്റെ ഒരു ഭാഗം അവന്റെ വീട്ടിൽ അവന്റെ കൺമുമ്പിൽ തന്നെ കഴിയണ്ടേ സർ? കരിവേപ്പിലെ ക്ലാരിറ്റി കിട്ടുന്നില്ലേട്ടാ.
ഒരു അവകാശത്തിന് വേണ്ടിയല്ല. ഞാൻ പേര് മാറ്റി പറഞ്ഞതൊക്കെ എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാ, എന്റെ നിലനിൽപ്പിന് വേണ്ടിയാ. അല്ലാതെ ആരെയും പറ്റിക്കാനോ തട്ടിക്കാനോ വേണ്ടിയല്ല. ഞാനൊരു ക്രൈം ചെയ്തിട്ടുമില്ല. ഞാൻ പറയുന്നത് സത്യമാണ് സർ. മനസ്സിലാവുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങള്. അവൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. അതുവരെ ഈ പേരിൽ എനിക്കിവിടെ നിന്നേ പറ്റൂ. എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ സർ? വേണ്ടേ? വേണം, ഇത് വേണമല്ലോ. അതിന് സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഉപദ്രവമില്ലാത്തൊരു സഹായമല്ലേ സർ? പ്ലീസ്. അത് എന്നാലും ഒന്ന് ആലോചിക്കണടാ. അല്ല ആലോചിക്കണല്ലോ. അല്ല ആരീ കാമുകൻ? അവൻ ഇഷ, നീ അത് പറയരുത്. ജംന, ഞാനൊന്ന് പറയട്ടെ. ഇയാൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? അവൻ ഈ നാട്ടിൽ വരും, അവന്റെ വിവാഹത്തിനായി. അതുവരെ എനിക്കിവിടെ നിന്നേ പറ്റൂ. ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറും തന്നാട്ടാ, നമുക്ക് പൊക്കാന്ന്. അത് വേറെ ആരുമല്ല. ഇഷ, ജംന പ്ലീസ്. രവി സാറിന്റെ അനിയൻ സുദീപ്. ഹേയ്, സുദീപ് എന്ന് പറയുമ്പോ രചന പബ്ലിക്കേഷൻസിലെ ആ മുടി നെട്ടി വളർത്തിയ ഗഡിയുടെ ബ്രദറാ? ആള് നമ്മുടെ ജൂനിയർ ആയിരുന്നു കോളേജിലെ. ഏയ്, ഞാൻ പ്രഗ്നന്റാ സർ. പ്രഗ്നന്റാ? എന്നിട്ട്? ഏയ്, കരയണ്ടട്ടാ. ആളുകളൊക്കെ നോക്കണോ? കരയണ്ടട്ടാ. ഒന്ന് ആശ്വസിപ്പിക്കടോ, ഒന്ന് പറയടോ. വരൂട്ടോ. വരുന്നേ. ഇത് പ്രോബ്ലാട്ടാ. ഏയ്, താനിങ്ങി വന്നേ. ഇങ്ങോട്ട് നീങ്ങി നിക്കടോ. ഇങ്ങനെ പെണ്ണ് നമ്മള് കണ്ടിട്ടില്ലേട്ടാ. ആളെ നിസ്സാരകരിയല്ലേ. എന്നെയും കൂടെ ഇതിനകത്ത് പിടിച്ചിട്ടിട്ട് കാര്യം നടത്താനായിരുന്നു പരിപാടി അല്ലേ? അത് നമ്മളെ കിട്ടില്ല. എന്നിട്ട് ബ്ലാക്ക് മെയിലിങ്ങാ. വണ്ടി വിട്ടോ. ഇത് ശരിയാവില്ല. ഇതൊരു ഫാഷനാണല്ലേ ആണുങ്ങളെ പീഡിപ്പിക്കല്. കുറെ വനിതാ കുണ്ടികൾ ഇറങ്ങിയിരിക്കണു. വണ്ടി വിട്ടോ. ജോസഫേ, വേഗം വണ്ടി വിട്ടറാ. ഇത് പീഡന കേസാവും. നീങ്ങ് വന്നേ. ഇങ്ങനെ മരപ്പാവ പോലെ നിൽക്കാതെ നീ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്ത് പറയാനാ? നീയല്ലെല്ലാം തുറന്നു പറഞ്ഞത്. എന്ത് കാര്യത്തിന്? വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിച്ചോ? ഇല്ലല്ലോ. അയാളിപ്പം എല്ലാം രവിസാറിനെ അറിയിച്ചിട്ടുണ്ടാവും. ഇനി എന്ത് ധൈര്യത്തിലാ നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലാം? എന്റെ വർത്താനം കേട്ടാ ഞാനാ കുറ്റക്കാരിയും തോന്നൂല്ലോ. നീയല്ലേ എല്ലാം ഈസിയാ ഡീൽ ചെയ്യാന്ന് പറഞ്ഞു.
എന്നിട്ടെന്താ നടന്നോ? നീ പറയുന്ന കള്ളത്തേക്കാൾ ഭേദം സത്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. വലിയ കാര്യമായിപ്പോയി. നിനക്കായിരുന്നല്ലോ അയാളെ വലിയ വിശ്വാസം. സംസാരിച്ച് തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾ ഒരു ഫ്രോഡാന്ന്. അങ്ങനെയുള്ള ഒരാളോട് ഉള്ളു തുറക്കണമെന്നാ എന്റെ ചോദ്യം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല ജമുന. ഈ ഒരു സിറ്റുവേഷനിലേക്ക് നീ എന്നെ വലിച്ചഴക്കായിരുന്നു. നിന്റെ നിർബന്ധത്തിന് ഞാൻ അരുൺ തോമസിനെ കാണാൻ തീരുമാനിച്ചത്. നിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച ഞാനാ മണ്ടി. ഓ, ഇപ്പൊ എനിക്കായി കുറ്റം. സംശയം എന്താ? അരുൺ തോമസിനെ കാണുന്നതിന് മുമ്പ് നീ ഒന്ന് പ്രിപ്പയർഡ് ആവണായിരുന്നു. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയേനെ. നിന്റെ കഴിവുകേട് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്. അത് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. എന്നെ പഴി പറഞ്ഞു നിൽക്കാതെ എന്തെങ്കിലും ഒരു വഴി പറ. അരുൺ തോമസിനെ ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പണി പറ്റിക്കും. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വഴി കണ്ടെത്തണം. ഞാൻ ഇനി ഒന്നിനുമില്ല. എന്ത് വന്നാലും നേരിടുക തന്നെ. ഇറങ്ങി പോണ്ടി വന്നാ അങ്ങനെ. അങ്ങനെ പറയല്ലേ ഈശ. നമുക്ക് ഒന്നുകൂടെ ആലോചിക്കാം. ആലോചിച്ചിട്ട് പോയാ മതി. കൈവിട്ട് പോയതിനെ പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം? വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. അതേ ഉള്ളു പോംവഴി. ആ പൊടിമോനെ, ഞാൻ വെയിറ്റ് ചെയ്യാം ഇവിടെ. അതായിരുന്നു പോവാതിരുന്നേ. പ്ലാനിന്ന് കൊണ്ടുവരാമെന്നാ പറഞ്ഞിരിക്കുന്നേ. എന്തായാലും അതൊന്ന് കാണട്ടെ. കണ്ടിട്ട് അപ്പം തന്നെ എന്നെ അങ്ങോട്ട് വിളിക്കാം. ആ, പ്ലാന് മെയിൽ ചെയ്യാം. ഇതാ അവര് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. അരുൺ തോമസ് ആണോടാ? അതെ സാർ. ഹായ് അരുൺ, വഴി തെറ്റിയോ? ഏയ്, കൊച്ചിയുടെ ഭൂമിശാസ്ത്രമൊക്കെ നമുക്ക് മനപ്പാടാണ്. ജോസഫേ, അതെടുത്തടാ. നിങ്ങളുടെ പ്രോപ്പർട്ടി ഞാൻ പോയിരുന്നിട്ടാ. പ്ലോട്ടിന്റെ കിടപ്പറഞ്ഞല്ലേ അതിന് ഇണങ്ങുന്ന വീട് വെക്കാൻ പറ്റുള്ളൂ. സംഭവം ഉഷാറട്ടാ, കിണ്ണനാണ്. നല്ല പടിഞ്ഞാറൻ കാറ്റൊക്കെ കിട്ടും. അച്ഛാ, ഇത് അരുൺ തോമസ്, നമസ്കാരമുണ്ട്. എന്റെ അച്ഛനാ. അത് പറയണ്ടല്ല, മുടി നീട്ടി വളർത്തിയാ മതി. ഇത് തന്നെ വരൂ, ആളിപ്പോഴും അടുത്തേക്ക് ചുള്ളനട്ടാ. ആരവി സാറേ, ഉറപ്പായിട്ട് അരുൺ തോമസ് രവി വിളിച്ച് പറഞ്ഞു കാണും. അറിയാത്ത ഭാവത്തിൽ നടക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. എന്നുവെച്ചാ ആൾമാറാട്ടത്തിലൂടെ നമ്മളെ കുരുക്കാനുള്ള വഴി അവർ ആലോചിക്കും. നീ മണ്ടത്തരം പറയാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നിൽക്കില്ല. അയാളുടെ സ്വഭാവം അങ്ങനെയാ. രണ്ടായാലും കുഴപ്പമൊന്നും തന്നെയല്ലേ? ശ്രുതി, ശ്രുതി, ആ ഒന്ന് ചെല്ല്. വാതിലടച്ച് രണ്ടാളും കൂടി എന്ത് കിന്നാരും പറഞ്ഞോണ്ടിരിക്കുക? ജമുന നാളെ വീട്ടിലേക്ക് പോവാ. അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു. ജമുന പോവാണോ? ആ, അതെ. അയ്യോ, വീട് ഒഴിഞ്ഞു പോലാവൂല്ലോ. ശ്രുതിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, അരുൺ തോമസ്. വാ, താഴോട്ട് വാ. മോളും വാ. രണ്ടുപേരും കൂടി വേഗം വാ, പരിചയപ്പെടണ്ടേ? ശ്രുതിയുടെ ഫ്രണ്ടാ. വേഗം വാ കേട്ടോ. ജമുന, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും ഫേസ് ചെയ്തേ പറ്റൂ. തെറ്റിയത് നീ മാത്രമല്ലല്ലോ, അതിന്റെ കാരണക്കാരന്റെ കുടുംബത്തിൽ തന്നെയല്ലേ ഇത്. ആ അവകാശം നിന്റെ വയറ്റിൽ വളരുന്നുണ്ട്. പിന്നെ ആരെ പേടിക്കാനാ? സത്യം പറയേണ്ട വന്ന് വിളിച്ചു പറയണം. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻട്ടാ. പുറകുവശത്തൊരിത്തിരി സ്ഥലം ഇട്ടേക്കണേ. വാഴയും പച്ചക്കറിയും നടാനാ. അതാണ് വേണ്ടത്. വിഷമയം ഇല്ലാത്ത ആഹാരം കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവുക. ആരോഗ്യമുള്ള ശരീരത്തിനല്ലേ ഒരു നല്ല വീട് വേണ്ടു. അല്ലെങ്കിൽ എന്തോട്ട് വീട്? ഹോസ്പിറ്റലിൽ കിടന്നാ പോരെ? എല്ലടാ ജോസഫേ. ആളൊരു രസികനാണ് കേട്ടോ. ഏയ്, അങ്ങനൊന്നുമില്ലട്ടാ. നിങ്ങൾ ആരൊക്കെ ഇവിടെ താമസം? ഞങ്ങളെ കൂടാതെ അരുണിന്റെ ഒരു പരിചയക്കാരി ഇവിടെ ഉണ്ട്. ആരത്? സബി, ഒന്ന് വിളിച്ചേ. ശരി, വിളിക്കാം. ഇല്ല, ഞാൻ വരുന്നില്ല. വാ, ശ്രുതി, എനിക്ക് പേടിയാ. വിളിക്കുന്നുണ്ട്. നീ വന്നേ. ശ്രുതി, വാ, ഞാൻ വരുന്നില്ല. നീ വന്നേ. ഇതാണ് നമ്മുടെ എൻട്രൻസ് ടാ. നീ വന്നേ. ഇത് ഞാൻ വരുന്നില്ല. കാർ പാർക്കിംഗ്. ആ ശ്രുതി, ഇത് സിറ്റ് ഇങ്ങോട്ട് വന്നേ. നല്ല കാറ്റ് നിന്നെ അന്വേഷിക്കുന്നവിടെ. വാ, വിട്ട് കുറവാണ്. ഇങ്ങോട്ട് വാന്നേ. Length. വാ, നോക്ക്. ദാ അന്വേഷിച്ച ആള്. ഹൈ, വന്നല്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നമ്മള് വിചാരിച്ചു എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവുന്ന.
എവിടെ പോവാനാ? അധികം പുറത്തിറങ്ങുന്ന സ്വഭാവമൊന്നും ഇല്ല ഇവൾക്ക്. അതെന്നോടാ പറയണേ? ഉമ്മക്കറിയാവുന്ന ആളല്ലേ? എനിക്കറിയാവുന്ന അത്രയും നിങ്ങൾക്കറിയാവുന്ന എന്റെ സംശയട്ടാ. അല്ല, ഒന്ന് ചോദിക്കാൻ വിട്ടുവിട്ടാ, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അനുജത്തിയാ, ശ്രുതി. ഓ, അങ്ങനാണല്ലേ. അല്ല, ഈ സുദീപിന്റെ വീട്ടിന്റെ കാര്യത്തില് എന്തെങ്കിലും അഭിപ്രായം പറയണം തോന്നണ്ട? വേണമെങ്കിൽ പ്ലാൻ നോക്കിയുള്ളൂ, കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. വേണ്ട, പ്ലാൻ നന്നായിരിക്കുമല്ലോ. ഏയ്, വെറുതെ അങ്ങോട്ട് പൊക്കി വെക്കട്ടാ, അതിലൊന്നും നമ്മള് വീഴില്ല. ഇത് ഹാൾ ഇട്ടാ. ഹാളിന്റെ നേരെ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. അതായത് സുദീപിന്റെ ഫാമിലി റൂം. ഈ റൂമിന് സ്പേസ് ഇത്തിരി കൂടുതലാണ്. സ്പേസ് ഇട്ടാണ്. കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ തൊട്ടില് കെട്ടാലോ. അത് ശരിയാ, ഞാനതത്ര ആലോചിച്ചില്ല. ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്വകാര്യതയ്ക്ക് പറ്റിയ സ്ഥലത്താവണം ബെഡ്റൂം വരേണ്ടത്. മനസ്സമാധാനത്തിലൊന്ന് ഉറങ്ങാം. ജീവിതത്തിൽ ഇനി എന്ത് വലിയ പ്രോബ്ലം ആയിക്കോട്ടെ, അതിന് ഈ സ്പേസിൽ താമസിച്ച ധൈര്യത്തോടെ നേരിടാം. അതാണ് ഈ വാസ്തു എന്ന് പറഞ്ഞ കണക്കിന്റെ ഒരു ശക്തി. അല്ല, ശത്രുക്കൾ എവിടുന്നാ വരികയെന്ന് പറയാൻ പറ്റില്ലേട്ടാ. വീട് പണിയുമ്പോ വാസ്തു നോക്കണം, എന്നാലേ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂ. അതാണ്, അത് കറക്റ്റാണ്. ഭാഗ്യത്തിന് നല്ലൊരു പെൺകുട്ടി അവന് കിട്ടിയിരിക്കുന്നു. അതുപോലൊരു വീടും കൂടെ കിട്ടിയാൽ ഇരട്ടി സന്തോഷമായി. വീടിന്റെ കാര്യത്തില് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്, പക്ഷെ പെണ്ണിന്റെ കാര്യത്തിലില്ലട്ടാ. പെണ്ണിന്റെ സെലക്ഷൻ നിങ്ങളല്ലേ, അതിനിപ്പോ എങ്ങനെ ഞാൻ ഗ്യാരണ്ടി തരിക? കറക്റ്റ് അല്ലേ? അതെ അതെ അതെ. ഫാമിലി റൂം അല്ലാതെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്. 2 ബെഡ്റൂം അപ്സ്റ്റൈലാണ്. സംഭവം കൊള്ളാം, പക്ഷേ ഇതിന്റെ ഫ്രണ്ട് എലിവേഷൻ കൂടൊന്ന് വേണം. പ്ലാൻ കൺഫേം ആണെങ്കിൽ എലിവേഷൻ ഇമ്മീഡിയറ്റ് തരാം. നമുക്ക് അതിന് സമയമൊന്നും വേണ്ട രവി സാറേ. അടുക്കളയുടെ കാര്യ ഈ വലുപ്പം മതിയോ? വലിപ്പുണ്ട്, നല്ല വലിപ്പുണ്ട്. പ്ലാൻ കാണുമ്പോ അത് അസസ് ചെയ്യാൻ പറ്റില്ലമ്മേ, അതാ. കറക്റ്റാണ്. എന്തായാലും വളരെ ഫാസ്റ്റ് ആയിട്ട് അരുൺ ഇത് മൂവ് ചെയ്തതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. വെൽക്കം ടാ. അതാണ് ഇമ്മയുടെ ഒരു രീതി. കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കണം അല്ലേ കുട്ടി? ഈ കുട്ടിക്ക് ഇത് പറയാണ്ടല്ലോ. ജോസ്പേ, ഇത് മടക്കിടാ. എത്ര നാളുണ്ട് ഇവിടെ? ശ്രുതിയുടെ വീട് പണി നടക്കുകയല്ലേ? വീട് പണിയാ? കടവന്തര എവിടെ? കടവന്ത്രയാ? കടവന്തര എവിടെ? ജവഹർ നഗർ. അത് ഭയങ്കര പോഷ് ഏരിയാണല്ലോ. ഇനിയിപ്പോ ഒരു കാര്യം പറയാതെ പറ്റില്ലട്ടാ, ഈ കുട്ടിയെ ഭയങ്കര കള്ളിയാട്ടാ. ഇത്രയും പരിചയം ഉണ്ടായിട്ട് സ്വന്തം വീടിന്റെ വർക്ക് ഉമ്മക്ക് തന്നാ ഇല്ലല്ല. ഇതാണോ ഫ്രണ്ട്ഷിപ്പ്? ഇത് കള്ളത്തരല്ലേ എല്ലാരെയും വേട്ടാ. സ്നേഹിക്കുന്നവര് പറ്റിച്ച നമുക്കത് പൊറുക്കാൻ പറ്റൂടോ? പറ്റോ കുട്ടി? ഇല്ല. അപ്പൊ പിന്നെ ഒരു പണിഷ്മെന്റ് അങ്ങോട്ട് കൊടുക്കട്ടെ രവിട്ടാ. കുട്ടിക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. നമ്മളെ വേണ്ട പോലെ കണ്ടില്ലെങ്കിലേ ഈ വീട് പണി അങ്ങോട്ട് കുളവാക്കിട്ടാ. ഏയ്, ഇതാരാണീ കിടാവ്? ഞാൻ ശ്രുതിയുടെ ഫ്രണ്ടാ, ജമുന. ജമുന പ്യാരി, നല്ല പേരട്ടാ. ഇയാളെ ഒന്ന് ഉപദേശിക്കടാ, ഉമ്മക്കൊരു ചെലവ് ചെയ്യാൻ. എന്നാ ഇറങ്ങാട്ടാ. വരട്ടെ രവിട്ടാ. ഓക്കെ സാറേ. ആയിക്കോട്ടെ. താങ്ക് യു. ശ്രുതേ, ഇയാളൊന്നിങ്ങ് വന്നേ.